ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ഈ കവിത പി രാമചന്ദ്രൻ്റെ കാറ്റേ കടലേ എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്. നമുക്ക് പി രാമചന്ദ്രനെ ആദ്യമൊന്ന് പരിചയപ്പെടാം. പി രാമചന്ദ്രൻ മലയാളത്തിലെ ആധുനികോത്തര കവികളിൽ പ്രമുഖനാണ് പി രാമചന്ദ്രൻ. കാണക്കാണെ രണ്ടായി മുറിച്ചത്, കാറ്റേ കടലേ, പി രാമചന്ദ്രൻ്റെ കവിതകൾ, കലങ്കാരി എന്നിവ പ്രധാന കൃതികൾ. ഇവ കൂടാതെ ധാരാളം ബാലസാഹിത്യ കൃതികളും ചാത്തൂൻസ് എന്ന പേരിൽ ഒരു ചെറു കാർട്ടൂൺ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാറ്റേ കടലേ എന്ന കൃതി 2013 പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം നേടി. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്നത് ഒരു ഗദ്യ കവിതയാണ്. കപട പരിസ്ഥിതിവാദികളോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് കവി ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത രചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം. കണ്ണു നിറഞ്ഞു. ഞാറ്റടിപ്പച്ച, ചാറ്റൽ മഴ, ചേറിൻ ചൂര്, പോത്തുപൂട്ടും കുറുമർ, കാക്കകൾ, കൊക്കുകൾ. കവിയുണർന്നു. അപ്പോൾ കവി പറയുന്നത് എന്താണ്? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ബത്തേരി എന്നത് വയനാട് ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ്. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം. ഗദ്യകവിത ആയതുകൊണ്ട് തന്നെ ആശയം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബത്തേരിക്കടുത്തുള്ള മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ, കൂട്ടുകാരൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് നോക്കുമ്പോഴേക്കും ദൂരെ എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഒരു നെൽപ്പാടം കാണുന്നുണ്ട്. ആ നെൽപ്പാടം കാണുമ്പോൾ കവിയുടെ കണ്ണ് നിറഞ്ഞു. എന്ത് കണ്ടിട്ടാണ്? ഞാറ്റടിപ്പച്ച, ചാറ്റൽ മഴ, ചേറിൻ ചൂര്, പോത്തുപൂട്ടും കുറുമർ, കാക്കകൾ, കൊക്കുകൾ. അല്ലേ, ഞാറ്റടിപ്പച്ച, ആ ഞാറിൻ്റെ, ആ നെൽച്ചെടികളുടെ പച്ചപ്പും അവിടെ പെയ്യുന്ന ചാറ്റൽ മഴയും, ചേറിൻ്റെ ചൂര്, അല്ലേ, ചേറിൻ്റെ ആ ഒരു മണവും, പോത്തുപൂട്ടുന്ന കുറുമരെ കണ്ടിട്ടും അവിടെ വരുന്ന കാക്കകളെയും കൊക്കുകളെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോഴെന്ത് ചെയ്തു? ഉള്ളിലെ കവി ഉണർന്നു. സാധാരണ കവി ഉണർന്നാൽ എന്ത് ചെയ്യും? അവിടെ കവിത എഴുതുമല്ലേ. ഇപ്പോൾ ഒരു കവിയാണ് ഇത്ര മനോഹരമായൊരു ദൃശ്യം കാണുന്നതെങ്കിൽ കവി അതിനെപ്പറ്റി ഒരു കവിത എഴുതും. ഒരു ചിത്രകാരനെ കാണുന്നതെങ്കിൽ ചിത്രകാരൻ എന്ത് ചെയ്യും? അതിനെ, ആ ഒരു ദൃശ്യത്തിനെ അടിസ്ഥാനമാക്കി ഒരു ചിത്രം വരയ്ക്കും, അല്ലേ. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ട് മണ്ണ്. ഇനി കവി ഉണർന്നു. കവിയുടെ ഉള്ളിലപ്പോൾ എന്താ തോന്നുന്നത്? മനയോല തേച്ച് ചുട്ടിക്ക് കാത്തു കിടക്കുകയാണ് മലനാട്ട് മണ്ണ് എന്നാണ് കവിക്ക് തോന്നുന്നത്. മനയോല, ചുട്ടി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതൊക്കെ കഥകളിയുടെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മുഖത്ത് ചെയ്യുന്ന ഒരുക്കങ്ങളെയാണ് നമ്മൾ എന്തു പറയുക? മനയോല തേക്കുക, ചുട്ടി കുത്തുക എന്നൊക്കെ പറയുന്നത്. ഈ മനയോല തേക്കുന്നത് കഥകളിയിൽ മാത്രമല്ല, നമുക്ക് കൂടിയാട്ടത്തിലും അതുപോലെ തന്നെ തുള്ളലിലും ഒക്കെ മനയോല തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കവി നമ്മുടെ ഭൂപ്രകൃതിയെ എന്തുമായിട്ട്, നമ്മളുടെ കലാസംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ ഒരു കഥകളി നടൻ തൻ്റെ മുഖത്ത് മനയോല തേച്ചിട്ട് ചുട്ടിക്ക് വേണ്ടി, അതായത് തൻ്റെ വേഷത്തിനനുസരിച്ചിട്ടുള്ള ആ ഭാവങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി, അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി കിടക്കുന്നത്, അതുപോലെ തന്നെ മലനാട്ട് മണ്ണും എന്ത് ചെയ്യുകയാണ്? മനയോല തേച്ചിട്ട് ഇനി എനിക്ക് എന്ത് പുതിയ ഭാവമാണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ട് മണ്ണ്. ഇത്രയും മനോഹരമായ ദൃശ്യം കണ്ടിട്ട് കവി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയേ. ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ. ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു. വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. അപ്പോൾ ഇത്രയും മനോഹരമായ ദൃശ്യം കണ്ടിട്ട് കവി എന്താണ് ചെയ്യുന്നത്? കവിത എഴുതുകയാണോ? അല്ല, മറിച്ച് എന്ത് ചെയ്തു? തൻ്റെ ക്യാമറ എടുത്ത് എന്ത് ചെയ്യുകയാണ്? നല്ല ഫോട്ടോയൊക്കെ എടുത്ത് ഉടനെ തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പൊൻ തൂലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ. എന്താണ്? തൻ്റെ സ്വർണ്ണ തൂലിക വിറ്റിട്ട് കവി എന്ത് വാങ്ങി? നല്ലൊരു ഫോൺ അങ്ങ് വാങ്ങി എന്ന് പറഞ്ഞാൽ ഈ മാറുന്ന ലോകത്തിനനുസരിച്ച് കവിയും എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. തൻ്റെ സർഗാത്മകമായ കഴിവുകളെ ഉപേക്ഷിച്ച് കവിയും എന്ത് ചെയ്യുന്നു? ഈ തലമുറയ്ക്കൊപ്പം എന്താണ്, സമൂഹ മാധ്യമങ്ങളിലും ഫോണുകളിലുമൊക്കെ അഭിരമിക്കുകയാണ് ചെയ്യുന്നത്. വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും ഒരുപാട് കമൻറ്റുകൾ അവിടെ വന്നു, അല്ലേ. ഹാ വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. അപ്പോൾ എന്താ കമൻറ്റുകൾ വരുന്നത്? ഇത് വയനാടാണല്ലോ, വയനാട്ടിൽ എന്ത് ചെയ്തിട്ടില്ല? പച്ചപ്പ് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. തൂങ്ങിയിട്ടില്ല കർഷകർ, അതായത് ഒരു കാലത്ത് കർഷക ആത്മഹത്യകളൊക്കെ എന്താണ്, സ്ഥിരമായിരുന്നു, അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഇനിയും തൂങ്ങി മരിക്കാത്ത കർഷകർ ഇവിടെ ബാക്കിയുണ്ട്.
അതിന് ഈ ചിത്രം സാക്ഷിയാണ്. കാരണം തൂങ്ങി മരിക്കാത്ത കർഷകരുള്ളത് കൊണ്ടാണല്ലോ അവിടെ ഇപ്പോഴും കൃഷി നടക്കുന്നല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇനിയും മരിക്കാത്ത കർഷകരുണ്ടെന്ന് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് കമൻറ്റുകൾ വന്നു. മാഷേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം. ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും? ഇനി പറയുകയാണ് മാഷേ, കവിയെ വിളിക്കുകയാണ്. മാഷേ, നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യണം. എന്തിനു വേണ്ടി? നാളേക്ക് വേണ്ടി ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം. നാളേക്ക് വേണ്ടി അല്പം പച്ചപ്പ് മാറ്റി നിർത്താൻ വേണ്ടി, ബാക്കിയാക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. എൻ്റെ തൊട്ടടുത്തായി എന്താ ചോദിക്കുന്നത്? ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും? അല്ലേ, കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ പച്ചപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട കാര്യമാണോ ചോദിക്കുന്നത്? അല്ല, മറിച്ച് എന്താണ്? ഈ പടമെടുക്കാനിരുന്ന വീടും സ്ഥലവും എത്ര സെന്റ് വരുമെന്നാണ് ആരന്വേഷിക്കുന്നത്? കമൻ്റ് ഇട്ട വ്യക്തി അന്വേഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പച്ചപ്പ് നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ പച്ചപ്പ് നിലനിർത്താനുള്ള മാർഗങ്ങളെ പറ്റിയല്ലേ അന്വേഷിക്കുക. പക്ഷെ ഇവിടെ മറിച്ച് എന്താണ്? ആ ഭംഗി കാണാൻ വേണ്ടി മാത്രം, ആ പച്ചപ്പ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ വില എന്താണ് എന്ന് മാത്രമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം. മാഷ് ചോദിക്കൂ, എത്ര കൊടുക്കണം? അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? എന്തും അല്ലേ, തനിക്ക് ആഗ്രഹം തോന്നുന്ന എന്തും പണം കൊടുത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടവും നോക്കി ഇങ്ങനെ എന്ത് ചെയ്യണം? ആ വരാന്തയിൽ ഇങ്ങനെ ചാരിയിരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അതിനു വേണ്ടി ആ സ്ഥലം എനിക്ക് വേണം. അതിന് എത്ര രൂപയാകുമെന്നൊന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. അല്ലാതെ മറിച്ച് നാട്ടിൽ വരുമ്പോൾ എനിക്ക് കൃഷി ചെയ്യണമെന്നോ, അപ്പോൾ ഒരു കൃഷി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. മറിച്ച് എന്താണ്? നാട്ടിൽ വരുമ്പോൾ ഈ ഭംഗി ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ വീട് വാങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് തൊട്ടടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞതല്ലേ. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ? ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു. പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര ജീവി? അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്, കവിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തോന്നുന്നത് എന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ആരാണ്? അനേകരാണ്. അതായത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നമ്മളോട് ചങ്ങാത്തം കൂടാനോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പിന്താങ്ങലുകൾ നൽകാനോ ഒക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയാണെന്ന് തോന്നും അല്ലേ. അതുപോലെ എന്ത് തോന്നും? ഈ മലങ്കര 7 വൻകരയുമാണ്. അതായത് ഒരു സ്ഥലത്തിരുന്ന് കണ്ട ഒരു ദൃശ്യം എന്ത് ചെയ്യുന്നു? 7 വൻകരകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറുഗ്രാമം 7 വൻകരയുമായി തീർന്നതുപോലെ തോന്നുന്നു. ഈ വരാന്ത ഇപ്പോൾ എവിടെയാണെന്ന് തോന്നുന്നു? അത് ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ഒക്കെ എത്തിച്ചേർന്നതുപോലെ തോന്നുന്നു. അവിടെ ഇരിക്കുന്നവരും കവി വരാന്തയിലിരുന്ന് കാണുന്ന അതേ ദൃശ്യമാണ് കാണുന്നത്. പക്ഷേ ഇവരെല്ലാം ശരിക്കും പ്രകൃതി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ നാടിനെ അത്ര അമിതമായി സ്നേഹിക്കുന്നവരാണോ? ഒരിക്കലും ആയിരിക്കില്ല അല്ലേ. ഇത്തരം സ്നേഹപ്രകടനങ്ങളും പ്രകൃതി സംരക്ഷണത്തിനുള്ള വാക്കുകളും ഒക്കെ വെറും പൊള്ളയായ വാക്കുകളായിരിക്കാം. ആ ചിത്രം കാണുമ്പോൾ അവർ ഒരു നിമിഷം കൊണ്ട് അവർക്ക് തോന്നുന്ന കാര്യം എന്ത് ചെയ്യുന്നതാണ്? ടൈപ്പ് ചെയ്ത് ഇടുന്നതാണ്. അല്ലാതെ അതിനപ്പുറം പ്രകൃതിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ ഇവരാരും തന്നെ എത്തില്ല എന്നുള്ളതും കവി ഓർക്കുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് എന്താണ്? മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര ജീവി? അപ്പോൾ എന്ത് ചെയ്യൂ? ഈ മലകളോടും മരങ്ങളോടും കുറുമരോടും കുറിച്യരോടും, കുറുമർ കുറിച്യർ എന്നൊക്കെ പറയുന്നത് ഗോത്രവിഭാഗങ്ങളാണ്, അവരോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ ആകെ എത്ര ജീവിയാണ് എന്ന് മാത്രമാണ്. അതായത് നിങ്ങളെ ഒരു ഫോട്ടോയാക്കി അപ്ലോഡ് ചെയ്യാൻ എത്ര GB-യാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരെല്ലാം എന്താണ്? ഒരു ഫോട്ടോയായി മാത്രം ഒതുങ്ങി പോവുകയാണ്. അല്ലാതെ അതിനപ്പുറം അവർക്കൊന്നും എന്ത് കൊടുക്കുന്നില്ല? പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം കൃഷിയാണെങ്കിലും കൃഷിയും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ മനോഹാരിത മാത്രം ഒരു ഫോട്ടോയിൽ ഒപ്പിയെടുത്ത് കാണിക്കുന്നു അല്ലേ. അതിനപ്പുറം അതിൻ്റെ പിറകിലുള്ള അധ്വാനത്തെ പറ്റിയോ അതിൻ്റെ പിറകിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഭംഗിയുള്ളതിനെ മാത്രം കണ്ട് ആസ്വദിക്കുകയും അതിനെ നന്നായി നോക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ സ്വന്തമായി എന്താണ് ഒരു ചെടി നടാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു കൃഷി മേഖലയിലേക്ക് ഇറങ്ങി വരാനോ ഒന്നും ആരും പരിശ്രമിക്കുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ പരിഹസിക്കുകയാണ് കവി എന്ത് ചെയ്യുന്നത്? ഈ ഒരു കവിതയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. PP രാമചന്ദ്രൻ്റെ കാറ്റേക്കടലെ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന കപട പരിസ്ഥിതിവാദത്തിനെതിരെയുള്ള പ്രതികരണമാണ് ഈ കവിത. വയനാട്ടിലെ ബത്തേരിയിലെ ഒരു ഗ്രാമത്തിൽ സുഹൃത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ കവി വളരെ മനോഹരമായ ഒരു നെൽപ്പാടത്തിൻ്റെ ദൃശ്യം ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. ഈ ചിത്രത്തിന് പലരും പലതരത്തിലുള്ള കമൻറ്റുകളുമായി കടന്നുവരുന്നു. പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടും അതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞും പലരും
കടന്നുവരുന്നു. ഇതെല്ലാം കാണുന്ന കവിക്ക് തോന്നുന്നത് ഈ ലോകം മുഴുവൻ തന്നോടൊപ്പം ഉണ്ടെന്നാണ്. ഫോണിലൂടെ 7 വൻകരയും ബത്തേരിയെ അറിയുന്നുവെന്നും ബത്തേരിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും കവി കരുതുന്നു. സമൂഹമാധ്യമങ്ങളിലെ ഇത്തരം പൊള്ളയായ വാദങ്ങൾ കേട്ട് ലോകം മുഴുവൻ തന്നോടൊപ്പം ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന തിരിച്ചറിവില്ലാത്ത ലോകത്തെയാണ് കവി വരികളിലൂടെ പരിഹസിക്കുന്നത്. അടുത്ത ചോദ്യം. ക്യാമറ തുടരെ ക്ലിക്കി, പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തുക. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണത്തെ നിയന്ത്രിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യം. ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതേ ചിന്താഗതി ഉണ്ടാകണം. എന്നാൽ ഇന്ന് കൂടുതൽ ആളുകളും സുഖസൗകര്യങ്ങൾക്ക് പിറകെ പായുമ്പോൾ പരിസ്ഥിതി സ്നേഹം എന്നത് പൊള്ളയായ വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്നു. സുസ്ഥിര വികസന മാതൃകകൾ നടപ്പിലാക്കിയാൽ ഇന്നനുഭവിക്കുന്ന പല സൗകര്യങ്ങളും നഷ്ടമാകും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പരിസ്ഥിതി സ്നേഹം വാക്കുകളിൽ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിന്ന് പരിസ്ഥിതി സ്നേഹികളായി നടിക്കുന്നവരെ പരിഹസിക്കുകയാണ് കവി വരികളിലൂടെ. കവിതയിലെ കവിയും കമന്റിടുന്നവരും പരിസ്ഥിതിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവർ അതിൻ്റെ ഭംഗി ആസ്വദിക്കുക മാത്രം ചെയ്യുന്നു. അതിനുശേഷം പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് മാത്രം അവർ പറയുന്നില്ല. മാത്രവുമല്ല, ആ ദൃശ്യം കാണാൻ കഴിയുന്ന സ്ഥലത്തിൻ്റെ വില മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്. യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികൾ ആയിരുന്നുവെങ്കിൽ ഉറപ്പായും കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നതിനെപ്പറ്റി പ്രായോഗികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തേനെ. എല്ലാവർക്കും കാഴ്ചകൾ ആസ്വദിക്കാൻ മാത്രമാണ് ഇഷ്ടം. കാഴ്ചകൾ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആളുകളെയാണ് കവി ഇവിടെ പരിഹസിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മനയോല തേയ്ക്കൽ, ചുട്ടികുത്തൽ എന്നിവ കഥകളിയുടെ ഒരുക്കങ്ങളിൽ പെടുന്നവയാണ്. ഈ പ്രയോഗങ്ങളിലൂടെ കേരളീയ ഭൂപ്രകൃതിയെ കേരളീയ കലാപാരമ്പര്യങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് കവി. പച്ചപ്പിനാൽ സമൃദ്ധമായ കേരളീയ ഭൂപ്രകൃതിയെ കേരളീയ കലാരൂപങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. കഥകളി, തുള്ളൽ, കൂടിയാട്ടം മുതലായ കലാരൂപങ്ങളിലെല്ലാം ഇത്തരം ഒരുക്കങ്ങൾ കടന്നുവരുന്നുണ്ട്. ഇവയെല്ലാം തന്നെ കേരളത്തിന്റെ കലാരൂപങ്ങളാണ്. മനയോല എന്നത് ഈ കലാകാരന്മാരുടെ മുഖത്ത് തേക്കുന്ന പച്ച നിറത്തിലുള്ള വസ്തുവാണ്. ചുട്ടികുത്തുക എന്നാൽ കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള മുഖത്തെ ഒരുക്കങ്ങളാണ്. കേരളത്തിന്റെ ഹരിതാഭയെ മനയോല തേക്കുന്നതിനോട് ഉപമിക്കുന്നു. ചുട്ടികുത്താൻ കാത്തുകിടക്കുന്ന കേരളനാട് എന്നതിലൂടെ ഏതു തരത്തിലുള്ള മാറ്റങ്ങൾക്കും കേരളം തയ്യാറായി നിൽക്കുന്നുവെന്നും കാത്തുനിൽക്കുകയാണെന്നും സൂചിപ്പിക്കുന്നു. ഈ മാറ്റങ്ങൾ നേരത്തെയുള്ള പച്ചപ്പിനെ ഇല്ലാതെയാക്കാതെ ശ്രദ്ധിക്കണമെന്ന ധ്വനി കൂടി ഈ പ്രയോഗത്തിലുണ്ട്. ഇത്തരത്തിൽ കേരളത്തിന്റെ ഭൂസവിശേഷതകളെയും കലാപാരമ്പര്യത്തെയും ബന്ധിപ്പിക്കുകയാണ് കവി. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും? ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ? കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. കവി വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ സുഹൃത്തിന്റെ വീടിന്റെ വരാന്തയിലിരുന്നപ്പോൾ കണ്ട പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ വന്ന ഒരു കമന്റാണിത്. ഈ കമന്റിൽ നിന്ന് തന്നെ ഇതൊരു പൊള്ളയായ വാഗ്ദാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമന്റ് ചെയ്തിരിക്കുന്ന ആൾ ഒരു കപട പരിസ്ഥിതിവാദിയാണ്. വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞതിനു ശേഷം അന്വേഷിക്കുന്നത് ഈ കാഴ്ച കാണാനിരുന്ന വീടും സ്ഥലവും എത്ര സെന്റാണ് എന്നാണ്. അതിലൂടെ തന്നെ പരിസ്ഥിതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും മറിച്ച് ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ താമസ സ്ഥലത്ത് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഏവർക്കും സാധിക്കും. എന്നാൽ അതൊന്നും ചെയ്യാതെ മനോഹരമായ കൃഷിസ്ഥലങ്ങൾ കാണുക മാത്രം ചെയ്ത് നിർവൃതി അടയുന്നവർ ശരിക്കും പരിസ്ഥിതി സ്നേഹികളല്ല. പരിസ്ഥിതി സ്നേഹം വാക്കുകളിലല്ല, ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക.
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള കവിയാണ് പി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ അത്തരമൊരു കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. വയനാട്ടിലെ സുഹൃത്തിന്റെ വീട്ടിൽ വന്ന കവി അവിടെ കണ്ട ഒരു മനോഹര ദൃശ്യത്തിന്റെ ചിത്രമെടുത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം കണ്ട് ഒരുപാട് പേർ ലൈക്കുകളും കമന്റുകളും ചെയ്യുന്നു. വയനാടിന്റെ ഭംഗിയെപ്പറ്റിയും കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും കർഷകരെ പറ്റിയുമൊക്കെ കമന്റുകളിൽ നിറയുന്നു. പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നും ഒരു കമന്റിൽ വരുന്നു. എന്നാൽ പിന്നീട് അന്വേഷിക്കുന്നത് ചിത്രമെടുക്കാനിരുന്ന വീടിന്റെയും സ്ഥലത്തിന്റെയും വിലയാണ്. അവിടെ ഇരുന്ന് ദൂരെയുള്ള കൃഷിഭൂമിയും കണ്ട് അതിന്റെ സൗന്ദര്യവും ആസ്വദിച്ചിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും തങ്ങൾക്കിതുപോലെ ഒരു കൃഷിയിടം ഉണ്ടാക്കിയെടുക്കണമെന്ന് അവർ പറയുന്നില്ല. ഇത്തരത്തിൽ കപടമായ പരിസ്ഥിതി സ്നേഹം വെച്ച് പുലർത്തുന്നവരെ പരിഹസിക്കുകയാണ് കവി. അതോടൊപ്പം കേരളീയ പ്രകൃതിയെ കേരളീയ കലാസംസ്കാരത്തോട് ഉപമിക്കുന്നുമുണ്ട് കവി. മാറ്റങ്ങൾക്ക് വിധേയയായി കിടക്കുന്ന കേരള മണ്ണിനെ പരിസ്ഥിതി ചൂഷണം ഇല്ലാതെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയെടുക്കണമെന്ന് കവി നിർദ്ദേശിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ പൊള്ളയായ വാക്കുകൾ വിശ്വസിച്ച് അഹങ്കരിക്കുന്നവരെയും കവി പരിഹസിക്കുന്നുണ്ട്. നാം പരിസ്ഥിതി സ്നേഹികളാണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി വെറും വാക്കുകൾ പറയുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് വേണ്ടതെന്ന് ഈ കവിതയിലൂടെ കവി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.